നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പൂർണ്ണതോതിൽ നടപ്പിലാകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ബ്രിട്ടനും ഇന്ത്യയും. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ വിസ്കി, ആഡംബര കാറുകൾ എന്നിവയുടെ വില ഇന്ത്യൻ വിപണിയിൽ കുത്തനെ കുറയും. നിലവിൽ ഇന്ത്യ ഈടാക്കുന്ന 150% എന്ന വൻ നികുതി ഒറ്റയടിക്ക് 40% കുറയും. ബ്രിട്ടനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന അത്യാധുനിക ആഡംബര കാറുകളുടെ നികുതി 100% നിന്ന് വെറും 10% കുറയും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വിജയിച്ചെത്തിയാൽ മന്ത്രിപദം നൽകി തന്നെ ഒതുക്കാനുള്ള പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ നീക്കത്തിന് ചെക്ക് വെച്ച് ആൻഡി ബർണാം. ബർണാം പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണെന്നും ഇന്ന് നടക്കുന്ന മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചെത്തിയാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ സുപ്രധാനമായ ഒരു വകുപ്പിൽ ആവശ്യമാണെന്നും പ്രഖ്യാപിച്ച് കീർ സ്റ്റാർമർ. സ്റ്റാർമറിന്റെ മന്ത്രിസഭയിൽ അംഗമാവുക എന്ന ആശയം തള്ളിക്കളഞ്ഞ് ബർണാം. ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ബർണാമിന് വോട്ട് ചെയ്തതെന്നും അധികാരം വൈകാതെ ലേബർ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് ഒരു മത്സരം ഉണ്ടാകുമെന്നും ബർണാമിന്റെ അനുയായികൾ. അടുത്തയാഴ്ച രാജിവെക്കുന്ന എഡ് മിലിബെന്റ് ബർണാമിന്റെ ക്യാമ്പിൽ ചേർന്നേക്കും. ഓക്സ്ഫോർഡിൽ നേർക്കുനേർ ഏറ്റുമുട്ടി വലത് വംശീയവാദികളും ഇടത് ഇസ്ലാമികവാദികളും. പ്രതിഷേധക്കാർ ആയുധങ്ങളുമായി എത്തി തടഞ്ഞത് തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ നയിച്ച ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ. വേദിക്ക് പുറത്ത് കൂട്ടത്തോടെ എത്തി തീവ്ര വലതുപക്ഷത്തെ നിർത്തുക എന്ന ബാനറുകൾ ഉയർത്തിപ്പിടിച്ച് ഓക്സ്ഫോർഡ് യൂണിയൻ. നാണക്കേടെന്ന് ആക്രോശിച്ചുകൊണ്ട് മുഖംമൂടികളും കഫിയകളും ധരിച്ച് നൂറുകണക്കിന് പ്രചാരകർ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി വരുത്തി സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയും ഇറാനും. ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി വേഴ്സായി കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെ. ഇറാൻ കരാർ ലംഘിച്ചാൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ അന്തിമ രൂപത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഒപ്പുവെച്ചതായി സ്ഥിരീകരിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി. വെള്ളിയാഴ്ച ജനീവയിൽ ഇരു നേതാക്കളും തമ്മിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച നടക്കും. ബംഗാളിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ രാഷ്ട്രീയ അട്ടിമറികൾ ഭരണകക്ഷിയായ NDA പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കും. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിച്ച് പാസാക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാർ. നിലവിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയം. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ലോക്സഭാ എംപിമാരിൽ ഔദ്യോഗിക പാർട്ടി വിട്ട് നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുമായി ലയിച്ചത് 20 പേർ. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ ലോക്സഭാ എംപിമാരിൽ 6 പേർ പാർട്ടി വിട്ട് ഏക്നാഥ് ഷിൻഡെയുടെ വിഭാഗത്തിൽ ചേരാൻ സാധ്യത. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കും പിന്നാലെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പിളർപ്പിലേക്ക്. SP നേതാക്കൾ BJPയിൽ ചേരാൻ തയ്യാറെടുക്കുകയാണെന്ന് അവകാശപ്പെട്ട് ഭാരതീയ സമാജ് പാർട്ടി അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്ഭർ. സമാജ്വാദി പാർട്ടി നേതാവായ രാംഗോപാൽ യാദവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഓം പ്രകാശ്. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് എംപിമാരെ സംരക്ഷിക്കുവാൻ കഴിയുന്നില്ല എന്ന് ഓം പ്രകാശ്. സമാന അവകാശവാദം ഉന്നയിച്ച് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സമസ്ത. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നിലപാട് പറയുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അധികാരത്തിലേറിയാൽ പദ്ധതി നടപ്പിലാക്കില്ല എന്ന മുൻ നിലപാടിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് ജിഫ്രി തങ്ങൾ. ജനങ്ങൾക്കും ചരിത്ര സത്യങ്ങൾക്കും എതിരാണ് PM ശ്രീ എങ്കിൽ അതിൽ നിന്നും പിൻവാങ്ങേണ്ടതാണെന്ന നിലപാടിൽ സമസ്ത. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കരുതെന്ന് SKSSF. PM ശ്രീയിൽ രാഷ്ട്രീയ പോര് കടുക്കുന്നു. പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങാൻ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത്. വിവാദങ്ങൾക്കിടയിലും MG കാർഷിക സർവകലാശാലകളിൽ ഇടപെടലുമായി ഗവർണറും ചാൻസലറുമായ രാജേന്ദ്ര അർലേക്കർ. MG സർവകലാശാലയിലെ പഠന ബോർഡിലേക്ക് സർവകലാശാല നൽകിയ പേരുകൾ വെട്ടി പകരം പുതിയ പേരുകൾ ഉൾപ്പെടുത്തി പട്ടിക ഇറക്കി ഗവർണർ. പട്ടികയിൽ പൊരുത്തക്കേടുണ്ട് എന്ന് കാട്ടി പട്ടിക സിൻഡിക്കേറ്റ് 2 തവണ ചാൻസലർക്ക് തിരിച്ചയച്ചു. സിൻഡിക്കേറ്റ് പട്ടിക മടക്കി അയച്ചത് സംഘപരിവാർ അനുകൂലികളെയും യോഗ്യതയില്ലാത്തവരെയും ഉൾപ്പെടുത്തിയാണ് പട്ടിക അയച്ചതെന്ന ആരോപണത്തിന്റെ പേരിൽ. പഠന ബോർഡുകളുടെ ചെയർമാൻമാരാകേണ്ടത് വകുപ്പ് മേധാവികളാണെന്നും സർവകലാശാലയ്ക്ക് പുറത്തുള്ള അധ്യാപകരെ കൂടുതലായി ഉൾപ്പെടുത്തിയെന്നും ഗുരുതര ആരോപണം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം പകുതിയോടെ പ്രാബല്യത്തിൽ വരും. ജൂലൈ 15 മുതൽ കരാർ പൂർണ്ണതോതിൽ നടപ്പിലാകുമെന്ന് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യം ഒപ്പുവയ്ക്കുന്ന ഏറ്റവും സമഗ്രവും വലിപ്പമേറിയതുമായ വ്യാപാര കരാറാണ് ഇത്.
ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പൂർണ്ണതോതിൽ നടപ്പിലാകുമെന്ന് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ വിസ്കി, ആഡംബര കാറുകൾ എന്നിവയുടെ വില ഇന്ത്യൻ വിപണിയിൽ കുത്തനെ കുറയുമെന്നതാണ് ഉപഭോക്താക്കളെ സംബന്ധിച്ച ഏറ്റവും വലിയ സവിശേഷത. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ബ്രിട്ടീഷ് നിർമ്മിത വിസ്കിയുടെ ഇറക്കുമതി നികുതിയിലാണ് ചരിത്രപരമായ കുറവുണ്ടാകുന്നത്. നിലവിൽ ഇന്ത്യ ഈടാക്കുന്ന 150% എന്ന വൻ നികുതി ഒറ്റയടിക്ക് 40%-ആയാണ് കുറയ്ക്കുന്നത്. ഇതോടെ സ്കോച്ച് വിസ്കി ഉൾപ്പെടെയുള്ള വിദേശ മദ്യങ്ങൾ പകുതിയിലധികം വിലക്കുറവിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകും. കാലങ്ങളായി ഉയർന്ന നികുതി കാരണം വിദേശ വിസ്കി വാങ്ങാൻ മടിച്ചിരുന്ന മദ്യപ്രേമികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പ്രഖ്യാപനം എന്നതിൽ സംശയമില്ല. മദ്യത്തിന് പുറമെ ആഡംബര വാഹന വിപണിയിലും ഈ കരാർ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ബ്രിട്ടനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന അത്യാധുനിക ആഡംബര കാറുകളുടെ നികുതി 100%-ൽ നിന്ന് വെറും 10%-ആയി കുറയും. നിശ്ചിത കോട്ടയ്ക്ക് കീഴിലാണ് ഈ വൻ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നികുതി 10-1 ചുരുങ്ങുന്നതോടെ വിദേശ നിർമ്മിത സ്പോർട്സ് കാറുകളും പ്രീമിയം വാഹനങ്ങളും വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യൻ നിരത്തുകളിലേക്ക് എത്തും. കാർ പ്രേമികൾക്ക് വലിയ ആവേശമാണ് ഈ തീരുമാനം സമ്മാനിക്കുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണിയിലും ഈ കരാറിന്റെ പ്രതിഫലനം പ്രകടമാകും. നിലവിൽ 22% വരെയുള്ള ഉയർന്ന ഇറക്കുമതി നികുതിയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നത്. പുതിയ കരാർ നിലവിൽ വരുന്ന ആദ്യ ദിവസം മുതൽക്കോ അല്ലെങ്കിൽ 10 വർഷത്തെ നിശ്ചിത കാലയളവിനുള്ളിലോ ഈ നികുതി പൂർണ്ണമായും ഇല്ലാതാകും. വിദേശ ബ്രാൻഡുകളുടെ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളും മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകാൻ ഇത് കാരണമാകും. വ്യാപാര മേഖലയ്ക്ക് പുറമെ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും ഈ കരാർ വഴി വൻ ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. പുതിയ വ്യവസ്ഥകൾ പ്രകാരം യുകെയിലെ സ്റ്റേറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള അർഹത നേടുന്നതിനുള്ള കാലാവധി 36 മാസത്തിൽ നിന്ന് 60 മാസമായി ഉയർത്തിയിട്ടുണ്ട്. നിലവിലുള്ള വിസ നിയമങ്ങൾ വഴി ബ്രിട്ടനിലെത്തുന്ന മിടുക്കരായ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇതിന്റെ പ്രയോജനം നേരിട്ട് ലഭിക്കും. ഇതോടൊപ്പം നിലവിൽ വരുന്ന ഇരട്ട നികുതി ഒഴിവാക്കൽ ഉടമ്പടി പ്രവാസികൾക്ക് ഇരട്ടി മധുരമാകും. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന കാലയളവിൽ അവിടുത്തെ നാഷണൽ ഇൻഷുറൻസ് വിഹിതം അടയ്ക്കുന്ന പ്രൊഫഷണലുകൾ അതേസമയം തന്നെ ഇന്ത്യയിലും സാമൂഹ്യ സുരക്ഷാ നികുതികൾ അടയ്ക്കണമെന്ന നിർബന്ധിത വ്യവസ്ഥ ഇതോടെ ഇല്ലാതാകും. ഒരേ സമയം രണ്ട് രാജ്യങ്ങളിലും നികുതി നൽകേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇതിലൂടെ മോചനം ലഭിക്കുന്നത്. ദക്ഷിണ കൊറിയ, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി ബ്രിട്ടൻ ഏർപ്പെട്ടിട്ടുള്ള അതേ ആനുകൂല്യമാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്കും ലഭ്യമാകുന്നത്. വിജയിച്ചെത്തിയാൽ മന്ത്രിപദം നൽകി തന്നെ ഒതുക്കാനുള്ള പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ നീക്കത്തിന് ചെക്ക് വെച്ച് ആൻഡി ബർണം. ബേണാം പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണെന്നും ഇന്ന് നടക്കുന്ന മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചെത്തിയാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ സുപ്രധാനമായ ഒരു വകുപ്പിൽ ആവശ്യമാണ് എന്നുമായിരുന്നു സർ കീർ സ്റ്റാർമർ പറഞ്ഞത്. പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരം ഉണ്ടാകുന്നത് വൈകിപ്പിക്കാനായി ഏറ്റവും ആവശ്യം ഇപ്പോൾ മാഞ്ചസ്റ്റർ മേയർ സ്ഥാനത്തേക്ക് ബേൺഹാമിന് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നതാണെന്ന തരത്തിലുള്ള സർ കീർ സ്റ്റാർമറുടെ നീക്കത്തിന് ചെക്ക് വെച്ച് ആൻഡി ബർണം. അതിന് ഓഗസ്റ്റ് വരെയെങ്കിലും സമയമെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ സ്റ്റാർമറിന്റെ മന്ത്രിസഭയിൽ അംഗമാവുക എന്ന ആശയം ബേൺഹാമിന്റെ അണികൾ തള്ളിക്കളയുകയാണ്. ഒരു മാറ്റത്തിനു വേണ്ടിയാണ് ജനങ്ങൾ ബേൺഹാമിന് വോട്ട് ചെയ്യുന്നതെന്ന് കാരണമായവർ ചൂണ്ടിക്കാണിക്കുന്നു. സർ കീർ സ്റ്റാർമറിനൊപ്പം ചേരില്ല എന്ന തീരുമാനം നൽകുന്ന സൂചന അധികം വൈകാതെ തന്നെ ലേബർ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് ഒരു മത്സരം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതിനിടയിൽ അടുത്തയാഴ്ച എഡ് മിലിബന്റ് രാജിവെച്ചേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ബേൺഹാമിന്റെ ക്യാമ്പിൽ ചേർന്നേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. വരുന്ന തിങ്കളാഴ്ചക്കകം സ്റ്റാർമർ രാജിവെച്ചില്ല എങ്കിൽ നേതൃസ്ഥാനത്തേക്ക് താൻ ഔപചാരികമായ അവകാശം ഉന്നയിക്കുമെന്ന് വെസ്ട്രീറ്റിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും തന്റെ തീരുമാനത്തെ ബാധിക്കുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ബേൺഹാം പരസ്യമായി ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ അണികളും രാജിവെക്കാൻ സ്റ്റാർമറുടെ മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ഇതോടെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം പ്രധാനമന്ത്രിയുടെ ഭാവി തീരുമാനിക്കുന്ന നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ്. ഓക്സ്ഫോർഡിൽ വലതുവംശീയവാദികളും ഇടത് ഇസ്ലാമികവാദികളും നേർക്കുനേർ ഏറ്റുമുട്ടിയതോടെ സ്ഥിതി അക്രമാസക്തമായി. തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ നയിച്ച ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെയാണ് പ്രതിഷേധക്കാർ ആയുധങ്ങളുമായി എത്തി തടഞ്ഞത്. ഇതോടെ പരിപാടി വൈകിക്കുന്നതിലും പോലീസ് ശക്തമായ നടപടികൾ എടുക്കുന്നതിലുമാണ് അവസാനിച്ചത്. തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ നയിച്ച ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ പ്രതിഷേധക്കാർ ആയുധങ്ങളുമായി എത്തി തടഞ്ഞതോടെ ഓക്സ്ഫോർഡിൽ വലതുവംശീയവാദികളും ഇടത് ഇസ്ലാമികവാദികളും നേർക്കുനേർ ഏറ്റുമുട്ടി സ്ഥിതി അക്രമാസക്തമായി. തീവ്ര വലതുപക്ഷത്തെ നിർത്തുക എന്ന ബാനറുകൾ ഉയർത്തിപ്പിടിച്ച് ഓക്സ്ഫോർഡ് യൂണിയൻ നാണക്കേട് എന്ന് ആക്രോശിച്ചുകൊണ്ട് മുഖംമൂടികളും കഫിയകളും ധരിച്ച് നൂറുകണക്കിന് പ്രചാരകർ വേദിക്ക് പുറത്ത് കൂട്ടത്തോടെ എത്തി. ന്യൂയിൻ ഹാൾ സ്ട്രീറ്റിലേക്കും കോൺ മാർക്കറ്റ് സ്ട്രീറ്റിലേക്കും പ്രതിഷേധക്കാർ എത്തിയതോടെ പരിപാടി നടക്കുന്ന സെന്റ് മൈക്കിൾ സ്ട്രീറ്റിന്റെ ഇരുവശവും പ്രതിഷേധക്കാർ
കൈയടക്കുകയായിരുന്നു. യൂണിയൻ ജാക്സും സെന്റ് ജോർജ് പതാകകളും വഹിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ ഒരു ചെറിയ വിഭാഗം എതിർ പ്രതിഷേധക്കാരും തടിച്ചുകൂടിയതോടെ സംഘർഷാവസ്ഥയിലേക്ക് എത്തി. രണ്ട് ഗ്രൂപ്പുകളെയും വേർതിരിക്കാനും അക്രമം തടയാനും പോലീസ് നിലയുറപ്പിച്ചെങ്കിലും ചെറിയ ഉന്തും തള്ളും ഉണ്ടായതോടെ ഓക്സ്ഫോർഡ് സിറ്റി സെന്ററിലെ പബ്ബുകളും കടകളും നേരത്തെ അടച്ചു. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നിലവിലെ 3.75% പലിശ നിരക്ക് തുടർച്ചയായ 4ാം യോഗത്തിലും നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. മധ്യപൂർവേഷ്യയിലെ സാഹചര്യങ്ങളും ഊർജ്ജ വിലകളിലെ ചാഞ്ചാട്ടവും ബാങ്കിന്റെ നയരൂപീകരണ സമിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ നിലവിലെ 3.75% പലിശ നിരക്ക് തുടർച്ചയായ 4ാം യോഗത്തിലും നിലനിർത്തുമെന്ന് സൂചന. മെയ് മാസത്തിൽ ബ്രിട്ടനിലെ പണപ്പെരുപ്പ നിരക്ക് 2.8% തുടരുകയും ഭക്ഷ്യവില വർധന 17 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുകയും ചെയ്തതാണ് പലിശ നിരക്ക് ഉയർത്തേണ്ട സാഹചര്യം ഒഴിവാക്കിയത്. അതേസമയം ഗതാഗത ചെലവുകൾ വേഗത്തിൽ ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്ന് ഉണ്ടായ ഊർജ്ജവില ആഘാതം പണപ്പെരുപ്പത്തെ വീണ്ടും ഉയർത്തുമെന്ന ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സമീപകാല സമാധാന നീക്കങ്ങൾ വിപണിയിൽ ആശ്വാസം പകരുന്നുണ്ട്. എന്നിരുന്നാലും ബ്രിട്ടനിലെ കുടുംബങ്ങളുടെ വൈദ്യുതി വാതക ബില്ലുകൾ ജൂലൈയിൽ 13% വരെ ഉയരാനിരിക്കുന്നതിനാൽ വരും മാസങ്ങളിൽ പണപ്പെരുപ്പം വീണ്ടും ശക്തിപ്പെടാനിടയുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന്റെ പ്രതിഫലനം ഭവന വായ്പാ പലിശ നിരക്കുകളിലും പ്രകടമാണ്. നിലവിൽ പുതിയ 2 വർഷത്തെ സ്ഥിര പലിശ ഭവന വായ്പകളുടെ ശരാശരി നിരക്ക് 5.6% എത്തിയിരിക്കുകയാണ്. സ്പെഷ്യലിസ്റ്റ് ലേണിംഗ് ഡിസബിലിറ്റി നഴ്സുമാരുടെ ക്ഷാമം ബ്രിട്ടനിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. 2009 ശേഷം ഈ വിഭാഗത്തിൽപ്പെടുന്ന നഴ്സുമാരുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ ആവശ്യമുള്ളതിനേക്കാൾ 1/3 കുറവാണ് ലേണിംഗ് ഡിസബിലിറ്റി നഴ്സുമാരുടെ എണ്ണമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2009 ശേഷം ബ്രിട്ടനിൽ സ്പെഷ്യലിസ്റ്റ് ലേണിംഗ് ഡിസബിലിറ്റി നഴ്സുമാരുടെ ക്ഷാമം കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് റിപ്പോർട്ട്. അതുമൂലം ശ്രദ്ധയും ചികിത്സയും ആവശ്യമായ നിരവധി പേർക്ക് അത് ലഭിക്കാതെ പോകുന്നതായും ഏറ്റവും വലിയ നഴ്സിംഗ് യൂണിയനായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ വിശകലന റിപ്പോർട്ടിൽ പറയുന്നു. 2009 NHS-ൽ 7083 ലേണിംഗ് ഡിസബിലിറ്റി നഴ്സുമാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2026 4768 പേർ മാത്രമാണ് ഉള്ളതെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ വിശകലന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ ഫലമായി ലേണിംഗ് ഡിസബിലിറ്റി ഉൾപ്പെടെ 15 ലക്ഷത്തോളം ആളുകൾക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ക്ഷാമം വരും വർഷങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്നും RCN മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വർഷം വെറും 490 പേർ മാത്രമാണ് ലേണിംഗ് ഡിസബിലിറ്റി നഴ്സിംഗ് കോഴ്സിന് ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുൻപത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 40% കുറവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി വരുത്തി അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി വെഴ്സായി കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചതെന്ന് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഒരു US ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ AFPയോട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കരാർ ഒപ്പുവെച്ച വിവരം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയും സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി വരുത്തിയ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. ഇറാൻ കരാർ ലംഘിച്ചാൽ അടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അവർ അത് ലംഘിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ കരാറിനെ മാനിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനികളെ ബുദ്ധിശാലികളായ ആളുകളെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. കരാറിന്റെ അന്തിമ രൂപത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഒപ്പുവെച്ചതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. ഇനി കരാർ എത്രത്തോളം കൃത്യമായി നടപ്പിലാകുമെന്ന് പരിശോധിക്കേണ്ട സമയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച ജനീവയിൽ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്ക് മാറ്റമില്ല. കരാർ ഒപ്പുവെച്ചതോടെ അടുത്ത 60 ദിവസത്തിനുള്ളിൽ അന്തിമ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ പൂർത്തിയാക്കും. കരാർ ഒപ്പിട്ടുവെന്ന് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് അതിലെ വ്യവസ്ഥകൾ US പുറത്തുവിട്ടിരുന്നു. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിനു നേരെയുണ്ടായ മാരകമായ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് G7 ഉച്ചകോടിയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചായിരുന്നു ട്രംപിന്റെ പ്രതികരണം. G7 ഉച്ചകോടിയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ഫെബ്രുവരിയിലെ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിനു നേരെയുണ്ടായ മാരകമായ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. യുദ്ധങ്ങളിൽ തെറ്റുകൾ സ്വാഭാവികമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെക്കൻ ഇറാനിലെ മിനാബിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ US സൈന്യമാകാനാണ് സാധ്യതയെന്ന് പ്രാഥമിക ആഭ്യന്തര സൈനിക അന്വേഷണത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പെന്റഗൺ അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പ്രാഥമിക കണ്ടെത്തലുകൾ ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-നായിരുന്നു ആക്രമണം. ദുരന്തത്തിൽ 175-ലധികം പെൺകുട്ടികളും അധ്യാപകരും കൊല്ലപ്പെട്ടതായി ഇറാൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഇറാൻ തന്നെയാണ് എന്നായിരുന്നു ട്രംപിന്റെ ആദ്യ ആരോപണം. എന്നാൽ ഇതിന് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് തനിക്ക് സംഭവത്തിനെ കുറിച്ച് കൃത്യമായ വിവരമില്ല എന്നും അന്വേഷണ ഫലം എന്തുതന്നെയായാലും അത് അംഗീകരിക്കുമെന്നും ട്രംപ് നിലപാട് മാറ്റി.
ഇറാന്റെ സജീവമായ ക്രൂസ് മിസൈൽ താവളത്തിനുള്ളിലായിരുന്നു സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത് എന്നതിനാൽ അന്വേഷണം സങ്കീർണമാണെന്ന് US സെൻട്രൽ കമാൻഡ് മേധാവി കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. സ്കൂളിന്റെ വെബ്സൈറ്റ് രേഖകൾ പ്രകാരം ഇറാന്റെ പരമോന്നത നേതാവിനു കീഴിലുള്ള IRGC താവളത്തിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ആക്രമണത്തിനുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിച്ച US ഉദ്യോഗസ്ഥർക്ക് കാലഹരണപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങളാണ് ലഭിച്ചതെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യുഎസിന്റെ ഏറ്റവും വലിയ സായുധ സൈനിക വിഭാഗമായ US ഇൻഡോ പസഫിക് കമാൻഡ് ഇനി അറിയപ്പെടുക US പസഫിക് കമാൻഡ് എന്ന പേരിൽ 2018 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഊഴത്തിൽ നൽകിയ പേരിനാണ് മാറ്റം വരുത്തുന്നത്. 2018 വരെ പസഫിക് കമാൻഡ് എന്നാണ് ഈ സൈനിക വിഭാഗം അറിയപ്പെട്ടിരുന്നത്. 2018 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഊഴത്തിൽ യുഎസിന്റെ ഏറ്റവും വലിയ സായുധ സൈനിക വിഭാഗത്തിന് US ഇൻഡോ പസഫിക് കമാൻഡ് എന്ന് നൽകിയ പേര് US പസഫിക് കമാൻഡ് എന്ന് മാറ്റുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന നടപടിയാണ് പേരുമാറ്റം എന്നാണ് 8 വർഷം മുൻപ് US പ്രതിരോധ സെക്രട്ടറി ജിം മാറ്റിസ് സൂചിപ്പിച്ചത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് നൽകുന്ന പരിഗണനയുടെ പ്രാധാന്യമായും ഈ നടപടിയെ വ്യാഖ്യാനിച്ചിരുന്നു. US സായുധ സേനാ കമാൻഡുകളിൽ പഴക്കത്തിലും വലിപ്പത്തിലും ഒന്നാമതായ US പസഫിക് കമാൻഡ് 1947 പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാനാണ് സ്ഥാപിച്ചത്. ആ ചരിത്രത്തെ അംഗീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ പേരുമാറ്റമെന്ന് US പ്രതിരോധ വകുപ്പ് അറിയിച്ചു. US പടിഞ്ഞാറൻ തീരം മുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി വരെ 26 കോടി ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കമാൻഡിന്റെ പരിധിയിൽ വരും. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.47 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.36 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.63 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.89 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബംഗാളിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ രാഷ്ട്രീയ അട്ടിമറികൾ ഭരണകക്ഷിയായ NDA പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷത്തിലേക്ക് അടുപ്പിക്കുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ പ്രതിപക്ഷ കൂട്ടായ്മ ലോക്സഭയിൽ വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിച്ച് പാസാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ബംഗാളിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ രാഷ്ട്രീയ അട്ടിമറികൾ ഭരണകക്ഷിയായ NDA പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ പ്രതിപക്ഷ കൂട്ടായ്മ ലോക്സഭയിൽ വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിച്ച് പാസാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയമാണ് നിലവിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ലോക്സഭാ എംപിമാരിൽ 20 പേർ ഔദ്യോഗിക പാർട്ടി വിട്ട് നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുമായി ലയിച്ചു. മുൻപ് ത്രിപുരയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഈ ചെറിയ പാർട്ടി തൃണമൂൽ വിമതരുടെ വരവോടെ പാർലമെന്റിൽ നേരിട്ടെത്തുകയും NDA സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിലും സമാനമായ പിളർപ്പ് രൂപപ്പെടുകയാണ്. ആകെയുള്ള 9 ലോക്സഭാ എംപിമാരിൽ 6 പേർ പാർട്ടി വിട്ട് ഏക്നാഥ് ഷിൻഡെയുടെ ഔദ്യോഗിക ശിവസേന വിഭാഗത്തിൽ ചേരാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കാൻ ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിൽ 3 സീറ്റുകൾ ഒഴിവുള്ളതിനാൽ ഭൂരിപക്ഷ സംഖ്യ 360 ആണ്. തൃണമൂൽ വിമതർ ഉൾപ്പെടെ NDA സഖ്യത്തിന് നിലവിൽ 318 എംപിമാരുണ്ട്. പ്രതിപക്ഷത്തിന് 184 എംപിമാരും ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമല്ലാത്ത 38 എംപിമാരാണുള്ളത്. സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ബില്ലിന്റെ ഭാവി. മുൻപ് വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടപ്പോൾ 528 എംപിമാരാണ് ഹാജരായിരുന്നത്. അന്ന് സർക്കാരിന് അനുകൂലമായി 298 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കും പിന്നാലെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പിളർപ്പിലേക്കെന്ന് റിപ്പോർട്ട്. SP നേതാക്കൾ BJPയിൽ ചേരാൻ തയ്യാറെടുക്കുകയാണെന്ന് സുഹേൽ ദേവ് ഭാരതീയ സമാജ് പാർട്ടി അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്ഭർ അവകാശപ്പെട്ടു. സമാജ്വാദി പാർട്ടി നേതാവായ രാംഗോപാൽ യാദവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഓം പ്രകാശ് അവകാശപ്പെട്ടു. സമാജ്വാദി പാർട്ടിയിൽ പിളർപ്പ് ഉറപ്പായും സംഭവിക്കുമെന്നും പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് എംപിമാരെ സംരക്ഷിക്കൂ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ടി വരുമെന്നും അവകാശപ്പെട്ടുകൊണ്ട് ഓം പ്രകാശ് രംഗത്ത്. അതേസമയം UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും സമാന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കും കത്ത് നൽകിയിട്ടില്ല എന്നാണ് രാംഗോപാൽ പ്രതികരിച്ചത്. സമാജ്വാദി പാർട്ടിക്ക് ലോക്സഭയിൽ 37 അംഗങ്ങളും രാജ്യസഭയിൽ 8 അംഗങ്ങളുമാണുള്ളത്. സമാജ്വാദി പാർട്ടിയിൽ വലിയൊരു പിളർപ്പ് സംഭവിക്കാൻ പോവുകയാണ്. രാംഗോപാൽ യാദവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകി കഴിഞ്ഞു. ഖനന അഴിമതിയുടെയും ഗോമതി നദീതീര അഴിമതിയുടെയും സൂത്രധാരൻ ആരാണെന്ന് ഉത്തർപ്രദേശിലെ ഓരോരുത്തർക്കും അറിയാം. കുരുക്ക് മുറുകിയതോടെ SP പ്രതിസന്ധിയിലാണ് എന്നാണ് ബുധനാഴ്ച ഓം പ്രകാശ് എക്സിൽ കുറിച്ചത്.
ഇന്ന് വീണ്ടും ബല്ലിയയിലെ നേതാവിന്റെ നേതൃത്വത്തിലാകും നീക്കമെന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു കുറിപ്പും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയിലെ നിരവധി നേതാക്കൾ പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുകയാണെന്നും പ്രതിപക്ഷ പാർട്ടിയിൽ വിള്ളലുണ്ടാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല എന്നും UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഖിലേഷ് യാദവിനെതിരെ രൂക്ഷമായ വിമർശനവും മൗര്യ ഉയർത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആഭ്യന്തര കലഹം പുകയുന്ന തൃണമൂൽ കോൺഗ്രസിൽ പുതിയൊരു വിവാദം. പാർട്ടിയുടെ കൊൽക്കത്തയിലെ HDFC ബാങ്ക് അക്കൗണ്ട് അടിയന്തരമായി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നേതാവായ അരൂപ് വിശ്വാസ് അയച്ച കത്താണ് രാഷ്ട്രീയ പോരിന് തിരികൊളുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊൽക്കത്തയിലെ HDFC ബാങ്ക് അക്കൗണ്ട് അടിയന്തരമായി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നേതാവായ അരൂപ് വിശ്വാസ് അയച്ച കത്ത് രാഷ്ട്രീയ പോരിന് തിരികൊളുത്തിയെന്ന് റിപ്പോർട്ട്. എന്നാൽ കത്തെഴുതിയ അരൂപ് വിശ്വാസിനെ ദിവസങ്ങൾക്ക് മുൻപ് ട്രഷറർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റ് നിയമസഭാ സമിതികളിൽ ഉണ്ടായ വൻ പിളർപ്പ് ചൂണ്ടിക്കാണിച്ചാണ് വിശ്വാസ് ബാങ്കിന് കത്തെഴുതിയത്. ആകെയുള്ള 28 എംപിമാരിൽ 20 പേരും 60 MLA-മാരിൽ 58 പേരും ഒന്നുകിൽ പാർട്ടി വിടുകയോ അല്ലെങ്കിൽ പരസ്യമായി കലാപക്കൊടി ഉയർത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നത് പരസ്യമായ കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ അധികാരത്തിലും നിയന്ത്രണത്തിലും ആസ്തികളുടെ മാനേജ്മെന്റിലും ഗുരുതരമായ തർക്കം നിലനിൽക്കുന്നു. അതിനാൽ വിമത നേതാക്കൾ ഒപ്പിട്ട ചെക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ ശക്തമായ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അരൂപ് വിശ്വാസ് കത്തിൽ വ്യക്തമാക്കി. സംഘടനയുടെ ഫണ്ട് സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബാങ്ക് നിലവിലെ അവസ്ഥ തുടരണമെന്ന അരൂപ് വിശ്വാസിന്റെ ആവശ്യം ന്യായമാണെന്ന് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു നാടകമുണ്ടെന്ന് തൃണമൂൽ വൃത്തങ്ങൾ പറയുന്നു. തൃണമൂലിന്റെ കോട്ടയായ ടോളിഗഞ്ച് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ട അരൂപ് വിശ്വാസിനെ ജൂൺ 5-ന് തന്നെ ട്രഷറർ സ്ഥാനത്തു നിന്ന് നീക്കിയിരുന്നു. പകരം സുഭാഷീഷ് ചക്രവർത്തിയെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ സ്ഥാനം നഷ്ടപ്പെട്ട് 7 ദിവസങ്ങൾക്കു ശേഷമാണ് വിശ്വാസ് ട്രഷറർ എന്ന വ്യാജേന ബാങ്കിലേക്ക് ഈ കത്തയച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സമസ്ത. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം നിലപാട് പറയുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അധികാരത്തിലേറിയാൽ പദ്ധതി നടപ്പിലാക്കില്ല എന്ന മുൻ നിലപാടിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ജനങ്ങൾക്കും ചരിത്ര സത്യങ്ങൾക്കും എതിരാണ് PM ശ്രീയെങ്കിൽ അതിൽ നിന്നും പിൻവാങ്ങേണ്ടതാണ് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുമ്പോൾ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കരുതെന്ന് SKSSF വ്യക്തമാക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരാറിനെ ശക്തമായി എതിർത്തു. സംഘപരിവാറിന് വഴങ്ങുന്നുവെന്ന ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് സർക്കാരാണ്. PM ശ്രീ കേരള സാഹചര്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും SKSSF സെക്രട്ടറി OP അഷ്റഫ് പറഞ്ഞു. PM ശ്രീയിൽ രാഷ്ട്രീയ പോര് കടുക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാനാണ് LDF തീരുമാനം. പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാനാണ് തീരുമാനം. പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളും സർക്കാരിനെതിരെ രംഗത്തുണ്ട്. PM ശ്രീയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് AISF, AYSF എന്നിവർ വിളിച്ച സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 10 മാസം മാത്രം അവശേഷിക്കുന്ന പദ്ധതി ധൃതി പിടിച്ച് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. VD സതീശൻ U-ടേൺ മുഖ്യമന്ത്രി. PM ശ്രീക്ക് വേണ്ടി രൂപീകരിച്ച മന്ത്രിസഭ പിരിച്ചുവിടണമെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. എന്നാൽ മുൻപെതിർത്ത പദ്ധതി സ്വന്തം വകുപ്പിലൂടെ നടപ്പിലാക്കുന്നതിൽ പ്രതിരോധത്തിലാണ് മുസ്ലിം ലീഗ്. വിവാദങ്ങൾക്കിടയിലും MG കാർഷിക സർവകലാശാലകളിൽ ഇടപെടലുമായി ഗവർണറും ചാൻസലറുമായ രാജേന്ദ്ര അർലേക്കർ. MG സർവകലാശാലയിലെ പഠന ബോർഡിലേക്ക് സർവകലാശാല നൽകിയ പേരുകൾ ഗവർണർ വെട്ടി. പകരം പുതിയ പേരുകൾ ഉൾപ്പെടുത്തി ലോക്ഭവനിൽ നിന്ന് പട്ടിക നൽകുകയായിരുന്നു. MG കാർഷിക സർവകലാശാലകളിൽ പിടിമുറുക്കി ഗവർണർ. സംഘപരിവാർ അനുകൂലികളെ നിയമിക്കുന്നുവെന്ന് ആരോപണം. ഈ പട്ടിക സിൻഡിക്കേറ്റ് 2 തവണ ചാൻസലർക്ക് തിരിച്ചയച്ചിരുന്നു. പട്ടികയിൽ പൊരുത്തക്കേട് ഉണ്ട് എന്ന് കാട്ടിയാണ് സിൻഡിക്കേറ്റ് മടക്കി അയച്ചത്. സംഘപരിവാർ അനുകൂലികളെയും യോഗ്യതയില്ലാത്തവരെയും ഉൾപ്പെടുത്തിയാണ് പട്ടിക അയച്ചത് എന്നതാണ് ആരോപണം. വകുപ്പ് മേധാവികളാണ് പഠന ബോർഡുകളുടെ ചെയർമാൻമാരാകേണ്ടത്. സർവകലാശാലയ്ക്ക് പുറത്തുള്ള അധ്യാപകരെ കൂടുതലായി ഉൾപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. തിരിച്ചയച്ച പട്ടിക പുതിയ VC സിൻഡിക്കേറ്റ് അറിയാതെ അംഗീകരിക്കുകയായിരുന്നു. വിഷയത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കാർഷിക സർവകലാശാലയിൽ പുതിയ VC-യായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. വെള്ളാണിക്കര കാർഷിക കോളേജിലെ ഡീൻ ഡോക്ടർ സജിത റാണിയെ VC-യായി നിയമിക്കാനാണ് ശ്രമം. നിലവിലെ VC ഡോക്ടർ B അശോക് വകുപ്പിൽ നിന്നും സ്ഥാനം മാറിയതിനെ തുടർന്നാണ് പുതിയ നിയമന നീക്കം നടക്കുന്നത്. അതേസമയം ഗവർണർക്ക് വിലങ്ങുതടിയായി മാറിയിരിക്കുകയാണ് സർവകലാശാല ചട്ടം. വൈസ് ചാൻസലർ നിയമനത്തിന് സർക്കാരുമായി കൂടി ആലോചിക്കണമെന്നതാണ് ചട്ടം. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം നിയമനം നടത്തേണ്ടത്. ചട്ടം ലംഘിച്ച് നിയമനം നടത്തിയാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ലോക്ഭവൻ. നിയമനവുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തും. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ മുദ്രാവാക്യം തിരിച്ചടിച്ചെന്ന് CPI. പിണറായിയുടെ ചിത്രം ഈ മുദ്രാവാക്യത്തിനൊപ്പം വന്നപ്പോൾ ഞാനല്ലാതെ മറ്റാരുണ്ടെന്നാണ് ജനം അതിനെ എടുത്തതെന്ന രൂക്ഷ വിമർശനം CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു. കൂട്ടായ ചർച്ചയില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലി CPM അവസാനിപ്പിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉണ്ടായി.
തിരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്ത് CPI സംസ്ഥാന നിർവാഹക സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയനെതിരെ കടുത്ത വിമർശനമുണ്ടായി. എല്ലാം പിണറായി തീരുമാനിക്കുമെന്ന അവസ്ഥ CPM-നെയും LDF-നെയും ഈ പതനത്തിലെത്തിച്ചു. ഇതിനെതിരെ CPI ഉയർത്തിയ മുന്നറിയിപ്പുകൾ ഫലം ചെയ്തില്ല. പറച്ചിലിനപ്പുറം CPM-നെ തിരുത്താൻ കഴിയാത്ത പാർട്ടിയായി CPI മാറി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന ആവശ്യം യോഗത്തിൽ കനത്തു. കൊല്ലം ജില്ലാ സെക്രട്ടറി അടക്കം സെക്രട്ടേറിയറ്റിനെതിരെ തിരിഞ്ഞു. സെക്രട്ടേറിയറ്റ് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്നതായിരുന്നു ചോദ്യം. സെക്രട്ടേറിയറ്റ് വന്നതോടെ നിർവാഹക സമിതിയും കൗൺസിലും അപ്രസക്തമായി. കൂട്ടായ ചർച്ചയും അതിൽ നിന്നുണ്ടാകുന്ന തീരുമാനവും എന്ന രീതി കുറഞ്ഞു. ഒരിക്കൽ വേണ്ടെന്ന് വെച്ച സെക്രട്ടേറിയറ്റ് മതിയായ ചർച്ച കൂടാതെ തിരിച്ചുകൊണ്ടുവന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും വിമർശനമുണ്ടായി. ഫിഫ ലോകകപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ടിന് വിജയം. 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റം. തകർത്തു കളിച്ച ഇംഗ്ലണ്ടിനായി ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോളുകൾ നേടി. 12-42 മിനിറ്റുകളിലായിരുന്നു കെയ്നിന്റെ ഗോളുകൾ. 47-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമും 85-ാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡും ഇംഗ്ലണ്ടിനായി ലക്ഷ്യം കണ്ടു. ഫിഫ ലോകകപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെ 2-നെതിരെ 4 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിന് വിജയം. അതേസമയം മാർട്ടിൻ ബട്ടുറിന, പീറ്റർ മൂസ എന്നിവരാണ് ക്രൊയേഷ്യയുടെ ഗോൾ സ്കോറർമാർ. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്തു കളിച്ച ക്രൊയേഷ്യ രണ്ടാം പകുതിയിൽ പിന്നോട്ട് പോവുകയായിരുന്നു. മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ ആദ്യ നീക്കം ലക്ഷ്യത്തിലെത്തിയില്ല. ഇവാൻ പെരിസിച്ച് എടുത്ത കോർണറിൽ പന്ത് ലഭിച്ചത് സുതാലോയ്ക്ക്. താരത്തിന്റെ വോളി ബാറിന് വളരെ മുകളിലൂടെ പുറത്തേക്ക് പോയി. 9-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ ബോക്സിൽ വെച്ച് പന്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ ലൂക്ക മോട്രിച്ച് ഇംഗ്ലണ്ട് താരം നോനി മധുവെക്കയെ വീഴ്ത്തി. പിന്നാലെ പെനാൽറ്റി അനുവദിച്ച് റഫറി. ഹാരി കെയ്നിക്കിന്റെ കിക്ക് ക്രൊയേഷ്യ ഗോളി ഡൊമിനിക് ലിവാക്കോവിച്ച് അനായാസം തടഞ്ഞിട്ടെങ്കിലും റീടേക്ക് എടുത്തതോടെ ലിവാക്കോവിച്ചിന് പിഴച്ചു. ഇംഗ്ലണ്ട് മുന്നിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പൂർണ്ണതോതിൽ നടപ്പിലാകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ബ്രിട്ടനും ഇന്ത്യയും. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ വിസ്കി, ആഡംബര കാറുകൾ എന്നിവയുടെ വില ഇന്ത്യൻ വിപണിയിൽ കുത്തനെ കുറയും. നിലവിൽ ഇന്ത്യ ഈടാക്കുന്ന 150% എന്ന വൻ നികുതി ഒറ്റയടിക്ക് 40% കുറയും. ബ്രിട്ടനിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന അത്യാധുനിക ആഡംബര കാറുകളുടെ നികുതി 100% നിന്ന് വെറും 10% കുറയും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വിജയിച്ചെത്തിയാൽ മന്ത്രിപദം നൽകി തന്നെ ഒതുക്കാനുള്ള പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറുടെ നീക്കത്തിന് ചെക്ക് വെച്ച് ആൻഡി ബെർണാം. ബെർണാം പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണെന്നും ഇന്ന് നടക്കുന്ന മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചെത്തിയാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ സുപ്രധാനമായ ഒരു വകുപ്പിൽ ആവശ്യമാണെന്നും പ്രഖ്യാപിച്ച് കീർ സ്റ്റാർമർ. സ്റ്റാർമറിന്റെ മന്ത്രിസഭയിൽ അംഗമാവുക എന്ന ആശയം തള്ളിക്കളഞ്ഞ ബെർണാം ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ബെർണാമിന് വോട്ട് ചെയ്തതെന്നും അധികാരം വൈകാതെ ലേബർ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് ഒരു മത്സരം ഉണ്ടാകുമെന്നും ബെർണാമിന്റെ അനുയായികൾ. അടുത്ത ആഴ്ച രാജിവെക്കുന്ന എഡ് മിലിബെന്റ് ബെർണാമിന്റെ ക്യാമ്പിൽ ചേർന്നേക്കും. ഓക്സ്ഫോർഡിൽ നേർക്കുനേർ ഏറ്റുമുട്ടി വലത് വംശീയവാദികളും ഇടത് ഇസ്ലാമികവാദികളും. പ്രതിഷേധക്കാർ ആയുധങ്ങളുമായി എത്തി തടഞ്ഞത് തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ നയിച്ച ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ. വേദിക്ക് പുറത്ത് കൂട്ടത്തോടെ എത്തി തീവ്ര വലതുപക്ഷത്തെ നിർത്തുക എന്ന ബാനറുകൾ ഉയർത്തിപ്പിടിച്ച് ഓക്സ്ഫോർഡ് യൂണിയൻ. നാണക്കേടെന്ന് ആക്രോശിച്ചുകൊണ്ട് മുഖംമൂടികളും കഫിയകളും ധരിച്ച് 100 കണക്കിന് പ്രചാരകർ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി വരുത്തി സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയും ഇറാനും. ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി വേഴ്സായി കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെ. ഇറാൻ കരാർ ലംഘിച്ചാൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ അന്തിമ രൂപത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഒപ്പുവെച്ചതായി സ്ഥിരീകരിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി. വെള്ളിയാഴ്ച ജനീവയിൽ ഇരു നേതാക്കളും തമ്മിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച നടക്കും. ബംഗാളിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ രാഷ്ട്രീയ അട്ടിമറികൾ ഭരണകക്ഷിയായ NDA പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കും. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിച്ച് പാസാക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാർ. നിലവിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയം. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ലോക്സഭാ എംപിമാരിൽ ഔദ്യോഗിക പാർട്ടി വിട്ട് നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുമായി ലയിച്ചത് 20 പേർ. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ ലോക്സഭാ എംപിമാരിൽ 6 പേർ പാർട്ടി വിട്ട് ഏക്നാഥ് ഷിൻഡെയുടെ വിഭാഗത്തിൽ ചേരാൻ സാധ്യത. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കും പിന്നാലെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പിളർപ്പിലേക്ക്. SP നേതാക്കൾ BJPയിൽ ചേരാൻ തയ്യാറെടുക്കുകയാണെന്ന് അവകാശപ്പെട്ട് ഭാരതീയ സമാജ് പാർട്ടി അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്ഭർ. സമാജ്വാദി പാർട്ടി നേതാവായ രാംഗോപാൽ യാദവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഓം പ്രകാശ്. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് എംപിമാരെ സംരക്ഷിക്കുവാൻ കഴിയുന്നില്ല എന്ന് ഓം പ്രകാശ്. സമാന അവകാശവാദം ഉന്നയിച്ച് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ.
PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സമസ്ത. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം നിലപാട് പറയുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അധികാരത്തിലേറിയാൽ പദ്ധതി നടപ്പിലാക്കില്ല എന്ന മുൻ നിലപാടിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് ജിഫ്രി തങ്ങൾ. ജനങ്ങൾക്കും ചരിത്ര സത്യങ്ങൾക്കും എതിരാണ് PM ശ്രീ എങ്കിൽ അതിൽ നിന്നും പിൻവാങ്ങേണ്ടതാണെന്ന നിലപാടിൽ സമസ്ത. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കരുതെന്ന് SKSSF. PM ശ്രീയിൽ രാഷ്ട്രീയ പോര് കടുക്കുന്നു. പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങാൻ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത്. വിവാദങ്ങൾക്കിടയിലും MG കാർഷിക സർവകലാശാലകളിൽ ഇടപെടലുമായി ഗവർണറും ചാൻസലറുമായ രാജേന്ദ്ര അർലേക്കർ. MG സർവകലാശാലയിലെ പഠന ബോർഡിലേക്ക് സർവകലാശാല നൽകിയ പേരുകൾ വെട്ടി പകരം പുതിയ പേരുകൾ ഉൾപ്പെടുത്തി പട്ടിക ഇറക്കി ഗവർണർ. പട്ടികയിൽ പൊരുത്തക്കേടുണ്ട് എന്ന് കാട്ടി പട്ടിക സിൻഡിക്കേറ്റ് 2 തവണ ചാൻസലർക്ക് തിരിച്ചയച്ചു. സിൻഡിക്കേറ്റ് പട്ടിക മടക്കി അയച്ചത് സംഘപരിവാർ അനുകൂലികളെയും യോഗ്യതയില്ലാത്തവരെയും ഉൾപ്പെടുത്തിയാണ് പട്ടിക അയച്ചതെന്ന ആരോപണത്തിന്റെ പേരിൽ. പഠന ബോർഡുകളുടെ ചെയർമാൻമാരാകേണ്ടത് വകുപ്പ് മേധാവികളാണെന്നും സർവകലാശാലയ്ക്ക് പുറത്തുള്ള അധ്യാപകരെ കൂടുതലായി ഉൾപ്പെടുത്തിയെന്നും ഗുരുതര ആരോപണം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.